നല്ല ചൂട് ചോറിനൊപ്പം ആവി പറക്കുന്ന രീതിയിൽ ഒരു സ്വാദിഷ്ടവും അതുപോലെ പോഷകസമൃദ്ധവുമായ ഒരു തോരൻ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇടാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടി ഒരു 7-8 പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും ഇത്രയും എരിവ് നമുക്ക് വേണ്ട, പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് വേണം എടുക്കാൻ. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ സ്വാദിഷ്ടമാണ്. ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ കൊത്തി എരിഞ്ഞൊക്കെ എടുക്കാൻ ഒരുപാട് സമയമാവില്ല. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഗരം മസാല, 3/4 സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു സ്പൂണോളം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കളയരുത്. ഒരല്പം വെള്ളം മാത്രം ചേർത്ത് നമ്മുടെ ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മുട്ടയൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്നല്ലേ തയ്യാറാക്കാൻ പറ്റുന്നത്, ഒരുപാട് സമയം ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ പോഷകപൂർണ്ണമായ ഒരു തോരനായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കൂ. വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കിയിരിക്കണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.